ഷോ, ആരാണ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ആരതിയുടെ ഫോൺ റിങ് ചെയ്തതും കൈ ടേബിളിലേക്ക് എത്തിപ്പിടിച്ച് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ, ആരാ? ഇത് ഞാനും അടി, നിന്റെ അമ്മ. നീ എഴുന്നേറ്റോ? നിങ്ങൾക്കെന്താമേ വട്ടായോ? താഴെയുള്ള അമ്മയ്ക്ക് എന്തിനാ ഫോൺ വിളിക്കുന്നേ? ഇങ്ങോട്ട് വന്നാൽ പോരെ? കല്യാണം കഴിഞ്ഞത് ഓർമ്മയില്ലാതെയുള്ള കൊച്ചിൻ്റെ വർത്താനം കേട്ട് രമ്യ തലയിൽ കൈവച്ചു. എൻ്റെ ഈശ്വര, നീ എങ്ങനെയാ മോളെ എൻ്റെ വയറ്റിൽ തന്നെ വന്നേ? ആ, എന്തോന്ന് പറയാൻ, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. നിൻ്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞ് നിനക്ക് ഓർമ്മയില്ലേടി? അതിപ്പോൾ എന്നോടാണോ ചോദിക്കുന്നത്? രണ്ടും കൂടി ഒപ്പിച്ചു വെച്ചപ്പോൾ ഓർക്കണമായിരുന്നു. എൻ്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞത് ഞാനങ്ങ് മറന്നതാണ്. മറന്നെങ്കിൽ എണ്ണീക്കടി. കുളി കഴിഞ്ഞ് ആർദ്രവിനും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ചായ ഇട്ട് കൊടുക്കുക. വേഗം ചെല്ല്. ആരതി എന്ന് മൂളിക്കൊണ്ട് കോൾ ഡിസ്കണക്ട് ചെയ്തു. ആരാണോ ഈ നശിച്ച ഏർപ്പാടുണ്ടാക്കി വെച്ചത്? എന്തൊക്കെ ചെയ്യണം? രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, ചായ ഉണ്ടാക്കണം. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിക്കില്ലായിരുന്നു. കഴിച്ചു പോയില്ലേ, ഇനി സഹിക്കുക. ഈ നിയമം കണ്ടുപിടിച്ചവരെ മനസ്സിൽ നന്നായി പ്രാഗിയിട്ട് പുതപ്പ് വലിച്ചിട്ടു. ബെഡിൽ നിന്ന് ഇറങ്ങാൻ നിന്നതും എന്തിലോ തട്ടി വീഴാൻ പോയ ആരതി താഴേക്ക് നോക്കിയതും പോത്തുപോലെ നിലത്തുറങ്ങുന്ന ആർദ്രവിനെയാണ് കണ്ടത്. ദൈവമേ, ഇങ്ങനെ എന്നിട്ട് ബെഡിലായിരുന്നല്ലോ കിടന്നിരുന്നത്, പിന്നെ ഇപ്പോഴാ താഴേക്ക് കിടന്നേ? ആർദ്രവേട്ടാ, ഏട്ടാ എഴുന്നേക്ക്. ആരതി ആർദ്രവിനെ തട്ടി വിളിച്ചെങ്കിലും അവൻ എഴുന്നേറ്റില്ല. ഏട്ടാ എഴുന്നേക്ക്, എഴുന്നേക്കാൻ അവൾ വീണ്ടും വിളിച്ചതും. എന്താടി, ഇന്നലെ നിന്റെ ചവിട്ട് കാരണം ഉറങ്ങാനും സമ്മതിച്ചില്ല. ഒടുക്ക സഹിയിട്ട് താഴേക്ക് ഇറങ്ങി കിടന്ന് ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ നീ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ആർദ്രവ് അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. സോറി, ഞാൻ വീട്ടിലാണ് ഓർമ്മയെ ചവിട്ടിയതാ എന്ന് പറഞ്ഞ് ആരതി നാവ് കടിച്ചു. വെറുതെ അല്ല നിന്റെ കൂടെ ആരും കിടക്കാത്തത്. ഇന്നലത്തെ നിന്റെ ചവിട്ടൽ, എൻ്റെ പുറം. നടുവും തിരുമ്മി അവൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ? എൻ്റെ പൊന്നാരു, ഇത് നിന്റെ വീടല്ല. നിന്റെ കൂടെ കിടക്കുന്നത് നിന്റെ കെട്ടിയോനും. അതുകൊണ്ട് നീ നിന്റെ ചവിട്ട് കുറയ്ക്കാൻ നോക്ക്. അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞു. ആർദ്രവ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും ആരതി ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. അതിനുശേഷം അടുക്കളയിൽ പോയി നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളമെടുത്തതും ജോലിക്ക് നിൽക്കുന്ന അജിത അവളുടെ കയ്യിൽ പിടിച്ചു. മോളൊന്നും ചെയ്യണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് കൊടുത്താൽ മതി. ചായ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. ഭാഗ്യം, അവൾ മനസ്സിലോർത്തു. ഫ്ലാസ്കിലുണ്ടായിരുന്ന ചായ കപ്പുകളിലേക്ക് പകർന്ന ട്രെയിൽ വെച്ച് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയെന്ന ബാലകൃഷ്ണനും രമ്യയ്ക്കും കൊടുത്തു. മോളെന്തിനെതിരെ നേരത്തെ എഴുന്നേറ്റത്? ശ്രേയ എഴുന്നേക്കാൻ തന്നെ 9 കഴിയും. മോൾക്ക് സാവധാനം എഴുന്നേറ്റാൽ പോരായിരുന്നോ? മാരതി പറഞ്ഞു. കുഴപ്പമില്ലമ്മേ, ഞാൻ ഈ ചായ ഏട്ടന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സ്റ്റെയർ കയറി ആർദ്രവിൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിൽ ആർദ്രവിനെ കാണാത്തത് കൊണ്ട് ഹാളിലെ വർക്കിംഗ് പ്ലേസിലേക്ക് പോയതും ആർദ്രവ് ജിമ്മ് ചെയ്യുന്നത് കണ്ടു. സ്ലീവ്ലെസ് ബനിയനും മുട്ടുവരെയുള്ള ഷോർട്സുമായിരുന്നു അവൻ്റെ വേഷം. ആർദ്രവിൻ്റെ ജിം ബോഡി കണ്ട് താൻ എന്തിനാ വന്നതെന്ന് പോലും അറിയാതെ ആരതി അവനെ നോക്കി നിന്നു. എൻ്റെ സാറേ, എന്താ ബോഡി! സൽമാൻ ഖാൻ ഉണ്ടാവുമോ ഇതുപോലത്തെ ബോഡി? ഡി ഊതല്ലേ, ആരതി മനസ്സിൽ പറഞ്ഞതാണെങ്കിലും ഉറക്ക പറഞ്ഞതുകൊണ്ട് ആർദ്രവ് കേട്ടു. ഊതാൻ വേണ്ടി പറഞ്ഞതല്ലേ കേട്ടാ, സത്യമായിട്ട് നല്ല ജിമ്മാണ്. ഷർട്ടും ടീഷർട്ടും ഒന്നും ഇട്ട് നടക്കുമ്പോൾ അറിയില്ല ഇത്രയും ജിമ്മാണെന്ന്. ആരതി അവൻ്റെ മസിലിൽ പിടിച്ചു. നിനക്കിന്നലെ ഞാൻ ഷർട്ടോ ടീഷർട്ടോ ഒന്നും ഇടാതെ എൻ്റെ ജിം ബോഡി കാണാമായിരുന്നല്ലോ. മോള് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ആരതിയെ ഒളുകണ്ടിട്ട് നോക്കി. അയ്യടാ, മോൻ്റെ പോക്ക എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. തൽക്കാലം മോനിപ്പോൾ ജിമ്മ് ചെയ്തു. നിനക്കെന്തിനാ ഇത്ര വാശി? നമ്മളെ ഫസ്റ്റ് നൈറ്റ് മൂന്നാറിൽ തന്നെ വേണമെന്ന്? അതൊക്കെയുണ്ട്, അതെൻ്റെ ഫ്രണ്ടുമായി ഞാൻ വെച്ച ബെറ്റാണ്. ആരതി പറഞ്ഞതും ആർദ്രവ് അവളെ ഒന്ന് നോക്കി. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ആർദ്രവിൻ്റെ നോട്ടം കണ്ട് ആരതി ചോദിച്ചു. അവനൊന്നുമില്ല എന്ന അർത്ഥത്തിൽ ചുമൽ കൂച്ചി. ആർദ്രവ് ചായ കുടിച്ചു കഴിഞ്ഞതും അവൾ കപ്പ് കിച്ചണിൽ കൊണ്ടുപോയി വെച്ച് വീട് മൊത്തം കാണാനായി നടന്നു. വാവ്, എന്തു ഭംഗിയാ ഈ വീടൊക്കെ കാണാൻ. ആ വീട്ടിലെ ഓരോ കോണും അവൾ കണ്ടു. അവൾ നടക്കുന്നതിനിടയിൽ ആർദ്രവ് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചത്തേക്കിട്ടു. ഇട്ട വിടെന്നെ, ആരെങ്കിലും കണ്ട? അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ കൂടുതൽ തന്നോടടുപ്പിച്ചു. കണ്ടാനെന്താ, നീ എൻ്റെ പൊണ്ടാട്ടിയല്ലേടി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പരസ്യമായ റൊമാൻസ് കളിക്കാം.
ആദ്രവ് ഒറ്റക്കണ്ണിറുക്കി അവളോട് പറഞ്ഞു. അയ്യ, മോൻ്റെ പൂതി മനസ്സിലിരിക്കട്ടെ, എനിക്ക് നാണുവാ. ആരതി അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലമർത്തി. ഓ, നാണിക്കൊന്നും വേണ്ടടി, എൻ്റെ മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞ് ആർജവ് ആരതിയെ പൊക്കിയെടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. എൻ്റെ വീട് ആരും കാണും. അവൾ അവൻ്റെ പുറത്തടിച്ചെങ്കിലും ആർജവ് മുറുക്കി പിടിച്ചുകൊണ്ട് അവളെ ബെഡിൽ കൊണ്ടുപോയി ഇട്ടു. എഴുന്നേറ്റ് പോവാൻ നിന്ന് ആരതിയുടെ കൈ പിടിച്ച് ബെഡോട് ചേർത്തു. അവളുടെ മുകളിലായി അവനും കിടന്നു. അവളുടെ അതരങ്ങളിലേക്ക് അടുപ്പിക്കാൻ നിന്നതും ആരതി അവനെ തടഞ്ഞു. ഏട്ടാ, വീട് തന്നെ, പിന്നെ പോരെ എന്നവൾ ചുണ്ടു ചുളുക്കി പറഞ്ഞതും ആർജവ് പറ്റില്ല എന്ന തരത്തിൽ തലയാട്ടി. പറ്റില്ല, ഫസ്റ്റ് നൈറ്റോ ഇല്ല, ഇതെങ്കിലും താ, ഫസ്റ്റ് ഫ്രഞ്ച് കിസ് എന്നവൻ പറഞ്ഞിട്ട് അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടടുപ്പിക്കാൻ നിന്നതും ഡോറിൽ ആരോ മുട്ടി. ഓ ഷിറ്റ്, നിന്നീന്ന് ഞാൻ എന്ന് ശബ്ദം കുറച്ച് ആരതിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആർജവ് പറഞ്ഞു. ആദ്യം അവളുടെ മുകളിൽ നിന്നും പതിയെ എഴുന്നേറ്റതും അവളും എഴുന്നേറ്റു. എന്താ അമ്മേ? ആരതി ഡോറ് തുറന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വാ, ഇന്ന് അവിടെ നിന്നിട്ട് നാളെ വന്നാൽ മതി എന്നും ആരതി പറഞ്ഞതും ആരതി ഓക്കെ പറഞ്ഞു. മാരതി പോയതും അവർക്ക് പിറക്കെ ആർജവും ആരതിയും താഴേക്ക് ചെന്ന് ഫുഡ് കഴിച്ച് ആരതിയുടെ വീട്ടിലേക്ക് പോവാൻ റെഡിയാവാൻ തുടങ്ങി. ആരതിയുടെ കുളി കഴിഞ്ഞതും ആർജവ് ബാത്റൂമിലേക്ക് കയറി. ആർജവ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി പിന്നിയിടുന്ന ആരതിയെയാണ് കണ്ടത്. അവളെ കണ്ടതും ആർജവിനൊരു കുസൃതി തോന്നി. ബാത്ടബിൽ മാത്രം ഇട്ട് വരുന്ന ആർജവിനെ കണ്ട് ആരതി കണ്ണാടിയിലൂടെ അവനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ വെളുത്ത രോമം, തീരെയില്ലാത്ത സിക്സ് പാക്ക് ബോഡിയിലേക്ക് തന്നെ അവളുടെ ദൃഷ്ടി പതിപ്പിച്ചു. ആർജവ് ആരതിയുടെ അടുത്തെത്തിയതും തിരിയാൻ നിന്ന ആരതിയെ ബാക്കിലൂടെ സാരികൾക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അവൻ വിരലുകൾ ഓടിച്ചു. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയേ പെണ്ണേ, നിൻ്റെ ഈ വെളുത്ത് പഞ്ഞിക്കെട്ട് പോലുള്ള വയറിൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? ആർജവ് കള്ളച്ചിരിയോടെ പറഞ്ഞതും ആരതി നാണത്താൽ തല താഴ്ത്തി. ആരതിയെ തനിക്ക് മുമ്പിലായി നിർത്തിയിട്ട് അവളുടെ മുഖം കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ റോസാപ്പൂ വിതളുകൾ പോലെയുള്ള അതിരങ്ങളിലായിരുന്നു. അവൻ്റെ അതിരങ്ങളെ അവളുടെ അതിരങ്ങളിലേക്ക് അടുപ്പിച്ചു. അവയെ സ്വന്തമാക്കാൻ അവൻ്റെ മെയ്യും മനസ്സും കൊതിച്ചു. അവൻ്റെ അതിരങ്ങളെ അവളുടെ അതിരങ്ങളിലേക്ക് പതിപ്പിച്ചു. പതിയെ ഏറെ നേരത്തെ ദീർഘചുംബനത്തിനു ശേഷം അവൻ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി. ആരതിക്ക് ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. അവളുടെ ചുണ്ടിലെ ചോരയെ ആർജവ് അവൻ്റെ കൈകൊണ്ട് തുടച്ചു. ഫസ്റ്റ് ഡീപ് കിസ് അവൻ അവളുടെ കാതുകളിൽ സ്വകാര്യമായി പറഞ്ഞതും നാണത്താൽ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ആരു? കുറച്ച് സമയത്തിന് ശേഷം ആർജവ് അവളെ സൗമ്യമായി വിളിച്ചു. എന്നവൾ മൂളി. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമെടുത്തു. ആരതിക്ക് ആർജവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഉള്ള ചമ്മൽ കാരണം സാരി ശരിയാക്കി ബാഗുമെടുത്ത് താഴോട്ട് പോയി. മാരുതിയോടും ബാലകൃഷ്ണനോടും യാത്ര പറഞ്ഞ് ആർജവിൻ്റെ കാറിൽ ആർജവും ആരതിയും കയറി. പോകുന്ന വഴിക്ക് ആരതി ആർജവ് കാണാതെ അവനെ നോക്കുന്നുണ്ടെങ്കിലും ആർജവ് നോക്കിയാൽ അവൾ അവളുടെ നോട്ടം റോഡിലേക്ക് മാറ്റും. അവളുടെ നോട്ടം കണ്ട് ആർജവിൻ്റെ ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ച് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. കാർ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ആർജവ് കാർ ഡ്രൈവ് ചെയ്യൽ നിർത്തി. എന്തിനായിട്ടാ ഇവിടെ നിർത്തിയത്? അവൻ നിർത്തിയത് കണ്ട് ആരതി ചോദിച്ചു. നിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നത്? കൈവീശി പോകുന്നത് ശരിയല്ലല്ലോ, എന്തെങ്കിലും വാങ്ങണ്ടേ എന്നവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും ആരതിയും പുഞ്ചിരിച്ചു. അവൻ്റെ പിന്നാലെ കാറിൽ നിന്നും ഇറങ്ങാൻ നിന്നതും ആരതിയെ ആർജവ് തടഞ്ഞു. നീ എന്തിനാ പോരുന്നേ? ഞാൻ വാങ്ങി വരാം, നീ ഇവിടെ തന്നെ ഇരുന്നു നല്ല കുട്ടിയായിട്ട് എന്ന് ആർജവ് പറഞ്ഞതും ആരതി അവനെ കൊഞ്ഞനം കുത്തി കാണിച്ചു. ഒന്നും നിൽക്കും മനുഷ്യ. അവൻ പോവാൻ നിന്നതും ആരതിയുടെ വിളി കേട്ട് കാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. എന്താടി, എന്തിനാ വിളിച്ചേ? എനിക്ക് ചോക്കോ ബാർ വാങ്ങി തരുമോ എന്ന് ചോദിച്ചതും ആർജവ് അവളെ താടിയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. അച്ചൂടാ, എൻ്റെ മോൾക്ക് ചോക്കോബാർ മാത്രം മതിയോ അത് വേറെ എന്തെങ്കിലും വേണോ? അവൻ്റെ ചോദ്യത്തിന് അവൾ വേണ്ട, തൽക്കാലത്തിന് ഇത് മതി എന്ന് പറഞ്ഞതും ആർജവ് അടുത്തുള്ള ഷോപ്പിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞതും കയ്യിൽ കവറുമായി കാറിൻ്റെ അടുത്തേക്ക് വന്നു. കവർ ആരതിക്ക് കൊടുത്തിട്ട് തിരിച്ച് കാറിൽ കയറി.
കവറിൽ നിന്നും ചോക്കോബാർ എടുത്ത് റാപ്പർ നീക്കം ചെയ്ത് വായിലേക്ക് വെക്കാൻ നേരം അവൾ ആർദ്രവിനെ നോക്കി. തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആർദ്രവിനെ കണ്ട് അവൾ ചമ്മലോടെ ആർദ്രവിന് നേരെ ചോക്കോബാർ നീട്ടി. അവൾ നീട്ടാൻ കാത്തുനിന്ന പോലെ ആർദ്രവ് അവളുടെ കയ്യിലുള്ള ചോക്കോബാർ കൈകൊണ്ട് പൊട്ടിച്ചെടുത്ത് ആരതിയുടെ വായിലേക്കിട്ടു. അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന ആരതിയുടെ വായിൽ നിന്നും ചോക്കോബാറിൻ്റെ കഷ്ണം ആർദ്രവ് അവൻ്റെ വായിൽ കടിച്ചെടുത്ത് നുണഞ്ഞു. ഒന്നും മനസ്സിലാവാതെ ആർദ്രവിനെ തന്നെ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ആരതിയെ നോക്കി സൈറ്റടിച്ച് ആർദ്രവ് കാർ ഡ്രൈവ് ചെയ്തു. ഡിഡി ആരും ഇറങ്ങടി, നിന്റെ വീടെത്തി. ആർദ്രവിനെ നോക്കി കിളിപോയിരിക്കുന്ന ആരതിയെ തട്ടി വിളിച്ചുകൊണ്ട് ആർദ്രവ് പറഞ്ഞു. എന്താ? ഞെട്ടിക്കൊണ്ട് ആരതി അവനോട് ചോദിച്ചു. ബെസ്റ്റ്, നിന്റെ വീടെത്തിയെന്ന്. അവൻ പറഞ്ഞതും ചുറ്റും നോക്കിയിട്ട് കാറിൽ നിന്നും ഇറങ്ങി. ആർദ്രവ് ഇറങ്ങിയതും അവൻ്റെ കൈ പിടിച്ച് അവളും ഇറങ്ങി. കോളിംഗ് ബെൽ അമർത്തിയതും കുറച്ച് റിങ്ങിൽ തന്നെ അരുൺ വന്ന് ഡോറ് തുറന്നു. ആഹാ, ആരിത്? അളിയനും പെങ്ങളുവോ? കയറിയിരിക്കുക എന്ന് പറഞ്ഞ് അരുൺ ആരതിയെയും ആർദ്രവിനെയും വിളിച്ചു. മോള് വന്നോ? രമ്യയെ ജ്യൂസ് എടുക്കുക. സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്ന പ്രസാദ് അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു. രമ്യ ജ്യൂസ് കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. എല്ലാവരുടെയും കണ്ണ് ആർദ്രവിൻ്റെയും ആരതിയുടെയും കയ്യിലേക്കായിരുന്നു. ജ്യൂസ് കുടിക്കുമ്പോൾ പോലും മാറ്റാത്ത കൈ കണ്ട് അവർക്ക് സന്തോഷം തോന്നി. മക്കൾ ഇന്നിവിടെ നിന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവും? രമ്യ ചോദിച്ചു. നാളെ പോവാമേ, ആർദ്രവേട്ടന് ഓഫീസിൽ പോകണ്ടേ? ആരു പറഞ്ഞു. എന്നാൽ മോളിവിടെ 2 ദിവസം നിന്നോ, മോൻ പോയിക്കോളും, പ്രസാദ് പറഞ്ഞു. ഏയ്, അത് ശരിയാവില്ല അങ്കിൾ, നാളെ ഞങ്ങൾക്ക് 2 പേർക്കും തിരിച്ചു വീട്ടിൽ പോകണം, ആർദ്രവ് പറഞ്ഞു. ആർദ്രവ് പറഞ്ഞതും ആരതി അവനെ നോക്കിയിട്ട് കൈ മുറുക്കെ പിടിച്ചു. ആർദ്രവിൻ്റെ കൈ ആരതിയുടെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു. വിടടി, ഇടി വിടാൻ, വേദനിക്കുന്നു എന്നവൻ അവൾക്ക് കേൾക്കാൻ മാത്രം പറ്റുന്ന രീതിയിൽ പറഞ്ഞു. വേദനിക്കട്ടെ, എൻ്റെ അച്ഛന് നിങ്ങളുടെയും കൂടെ അച്ഛനല്ലേ, പിന്നെ ഇതിനെ അച്ഛനെ അങ്കിളെന്ന് വിളിച്ചത് എന്നവൾ അവനെ കേൾക്കും വിധത്തിൽ ചോദിച്ചു. ഇനി വിളിക്കൂല എന്നവൻ പറഞ്ഞതും ആരതി കൈവിട്ടു. അമ്മേ, ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് വരാം എന്ന് ആരതി രമ്യയോട് പറഞ്ഞു. രമ്യ ഓക്കെ പറഞ്ഞതും അവർ 2 പേരും ആരതിയുടെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് കയറിയതും ആരതി ബെഡിൽ കിടന്നതും ആർദ്രവ് ഗ്ലാസ് ഡോറിൻ്റെ കർട്ടൻ ഒരു ഭാഗത്തേക്ക് മാറ്റി. ആദ്യമായിട്ടോ ഞാൻ ഒളിച്ചും പാത്തു വരാതെ നിൻ്റെ വീട്ടിലേക്ക് വരുന്നേ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ആരും കാണാതെയല്ലേ വന്നത്? ആർദ്രവ് പറഞ്ഞത് മനസ്സിലാകാതെ ആരതി നെറ്റി ചൊളിച്ചു. 2 തവണയോ? 1 തവണയല്ലേ നിങ്ങൾ വന്നുള്ളൂ? 1 നമ്മുടെ നിശ്ചയം കഴിഞ്ഞ രാത്രി, 2 നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന്. നീ പോത്തുപോലെ അവിടെ ഉറങ്ങുമായിരുന്നു, അതാ വിളിക്കാതെ. നിനക്കൊരു കിസ് തന്നിട്ട് ഞാൻ പോയി. ആരവ് പറഞ്ഞു തീർന്നതും ആരതി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു. പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്ന ആർദ്രവിൻ്റെ പുറത്ത് അവൾ അടിച്ചു. എന്താണ് നീ ഇപ്പം എന്തിനാ എന്നെ അടിച്ചത്? അടിച്ച ഭാഗത്ത് കൈവച്ചുകൊണ്ട് ആർദ്രവ് ചോദിച്ചു. അയ്യോടാ മോനപ്പം ഞാൻ അറിയാതെ എന്നെ കാണാൻ വന്നല്ലേ? എന്നിട്ടൊരു കിസും തന്നു. എന്ത് കിസ്സായിരുന്നു? ഫ്രഞ്ചോ അതോ? ഫ്രഞ്ച് എന്നവൻ കള്ളച്ചിരിയോടെ കണ്ണുമിറുക്കി പറഞ്ഞതും ആരതി അവൻ്റെ കയ്യിലടിച്ചു. നിങ്ങൾ എൻ്റെ മാനം കളഞ്ഞല്ല മനുഷ്യ എന്ന് പറഞ്ഞായിരുന്നു അവളുടെ തല്ല്. സഹകേട്ടതും ആർദ്രവ് അവളെ വലിച്ച് തന്നോടടുപ്പിച്ചു. സാരിക്കിടയിലൂടെ നഗ്നമായ വയറിൽ ചെറുതായൊന്ന് നുള്ളി. മാനം പോയാലെന്താ, എൻ്റെ മുമ്പിലല്ലേ? നീ എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? അല്ല, ആരാൻ്റെ പ്രോപ്പർട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ഫ്രഞ്ച് ഒന്നും അല്ലായിരുന്നു, നെറ്റിയിലായിരുന്നു. രാത്രി വന്നപ്പോൾ നീ തിരിഞ്ഞു കിടന്നതും നീ ഇടുന്ന ടീഷർട്ട് കുറച്ച് മാറി നിൻ്റെ വയറ് ഞാൻ കണ്ടിരുന്നു. പിന്നെ നിൻ്റെ കിടത്തവും, പോരാത്തതിന് നമ്മുടെ കല്യാണവും എല്ലാം കൂടി കണ്ട് എനിക്ക് റൊമാൻറ്റിക് മൂഡ് ഓണായിരുന്നു. പിന്നെ നീ ഉറങ്ങുമായിരുന്നു നീ വെറുതെ വിട്ടു. ആദ്രവ് പറഞ്ഞത് കേട്ടതും ആരതി ചമ്മൽ കാരണം ബാത്റൂമിലേക്ക് പോയി. ഷവറിൻ്റെ അടിയിൽ നിന്നും വെള്ളം മുഖത്തേക്കും ശരീരത്തിലേക്കും വീണു. ആരതി ഡ്രസ്സ് എടുക്കാതെ പോയതുകൊണ്ട് ആർദ്രവ് നെറ്റി ചൊളിച്ചു. അവൾ കുളിക്കാനല്ലേ പോയേ? ഇനി വേറെ എന്തിനെങ്കിലും പോയി നോക്കിയാലോ? വേണ്ട, സ്വന്തം ഭാര്യ കുളിക്കുന്നത് എത്തി നോക്കിയാൽ എന്തോ ഒരു കുഴപ്പമില്ല, സ്വന്തം പ്രോപ്പർട്ടി അല്ലേ എന്ന് മനസ്സിൽ തന്നോട് തന്നെ പറഞ്ഞ് അവൻ വാതിൽ തുറന്നു. ഡോറ് തുറന്നതും അവനവിടെയുള്ള കാഴ്ച കണ്ട് സമനില തെറ്റുന്നത് പോലെ തോന്നി.